പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ചാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്ന് 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിന്ന് ഇത് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തു. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത പീസും നമുക്ക് ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്കുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 ഇലകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇലകളുടെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെ മടക്കി കൊടുത്ത് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കൈയൊന്നും ആരും പൊള്ളിക്കരുത്. അപ്പൊ നമ്മൾ അരിച്ചാക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് നമ്മൾ ആമ്പൽപ്പൂക്കളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെയാണ് നമ്മൾ ഇലകളുടെ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം മടക്കി കൊടുത്ത് ഉരുക്കിയെടുക്കേണ്ടത്. നമുക്കിത് ഇതുപോലെ ഉരുക്കിയെടുക്കാൻ മാത്രമുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട്, ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായി ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ ഉരുക്കിയെടുക്കാതെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്കൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന്റെ ഇല കാണാനായിട്ട് ഒന്നും കൂടെ ഭംഗിയുണ്ടായിരിക്കും. കുറേ മുൻപ് നമ്മുടെ ചാനലിൽ അരിച്ചാക്ക് വെച്ച് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ യെല്ലോ കളർ അരിച്ചാക്ക് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെയിൻസിന്റെ ഭാഗങ്ങളെല്ലാം ഉരുക്കിയെടുത്തിട്ടുള്ളത്. 2 ഇലകളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിന്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇലയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പെയിന്റ് ചെയ്തെടുക്കേണ്ടത്. ഗ്രീൻ കളർ പെയിന്റാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇലയിൽ മുഴുവനായി നമ്മൾ പെയിന്റ് ചെയ്തെടുക്കുന്നില്ല. ആദ്യം നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കൂടുതലായി നമ്മുടെ ചാനലിൽ നമ്മൾ പാഴ്വസ്തുക്കൾ വെച്ചാണ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ഉരുക്കിയെടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇലയുടെ അരികിലൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വീഡിയോ നമ്മൾ മുൻപ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പെയിന്റ് ചെയ്ത് കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമുക്കിതൊക്കെ മാറ്റി കൊടുക്കാം. ഈ ഒരു ഇലയിൽ മുഴുവനായും പെയിന്റ് ചെയ്ത് കൊടുത്ത് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇലയുടെ അരികിലൂടെ മുഴുവനായും ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനുള്ളിലായിട്ട് ഇതുപോലെയാണ് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 ഇലകളൊന്നും പോരാ, നമുക്ക് കുറേ ഇലകൾ ചെയ്തെടുക്കണം. പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഇലയിലും പെയിന്റ് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു ഇലയിൽ മുഴുവനായും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇലയിലും കൂടെ ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കാം. 2 ഇലകളിലും നമ്മൾ പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിന്റെ പീസുകൾ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത് നമുക്ക് ഇലകളിലേക്ക് തണ്ടുകളായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് വെച്ചാണ് അത് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പീസ് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 ന്യൂസ് പേപ്പറിന്റെ പീസുകൾ നമ്മൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് നമ്മൾ ഈർക്കളി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഈർക്കളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇലകളിൽ കൊടുത്തെടുത്ത പെയിന്റ് തന്നെ നമുക്ക് ഇതിലും കൊടുത്തെടുക്കണം. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇപ്പൊ നമ്മൾ 2 തണ്ടുകളിലും ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മൾ അത് ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇലയുടെ താഴെ ഇതുപോലെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ട് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മളിത് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുകയാണ്.
നമ്മൾ ആ തണ്ടിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഈർക്കളി പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈർക്കളി വെച്ച് കൊടുത്തതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കെട്ടുകമ്പിയും വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടുത്ത ഇലയിൽ നമ്മൾ തണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തണ്ടിനകത്തേക്ക് കെട്ടുകമ്പിയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് വളച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ 2 ഇലകളിലും തണ്ടുകളെല്ലാം ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഇലകൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ചാണ് ഇത്രയും ഇലകൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് തെർമോക്കോളിന്റെ പീസുകൾ വെച്ച് കൊടുക്കണം. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തെർമോക്കോളിന്റെ പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഓരോ പീസുകൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നിറയെ നമുക്ക് തെർമോക്കോളിന്റെ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഈ മുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിൽ പെയിന്റ് ചെയ്തെടുക്കണം. തെർമോക്കോൾ പീസിൽ മുഴുവനായി നമുക്ക് ഈ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കാം. ഇതുപോലെ നമ്മൾ അതിൽ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ചെറിയ ഇലകൾ നോക്കിയിട്ട് വേണം അതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഓരോ ഇലകളായി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പ്ലാസ്റ്റിക്കിന്റെ അരിച്ചാക്ക് വെച്ച് മറ്റെന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.